ഹലോ. അപ്പോൾ എന്തൊക്കെ പറയണു? സുഖമല്ലേ? നല്ല മഴയാണ് പുറത്ത്. 2 ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇന്ന് എനിക്കൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ഡ്രൈവിങ്ങിൻ്റെ. ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് റോഡ് ഓക്കെയാണ്. കാരണം റോഡിൽ കൂടെ സാധാരണ വണ്ടിയായിട്ട് പോണതല്ലേ. എച്ച് കിട്ടില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു. ടെൻഷൻ അടിച്ച് കാരണം ഇന്നലെ വരെ എച്ചിട്ടപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നില്ല. ഞാനവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇതേ ഒരു ടെൻഷൻ. ചിലർ 3 പ്രാവശ്യം എച്ചിടാൻ വന്നവരുണ്ട്, ചിലർ 8 പ്രാവശ്യം ഇടാൻ വന്നവരുണ്ട്, ആദ്യത്തുള്ളവരുണ്ട്. എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ കേട്ടോ. അപ്പം എനിക്കും ടെൻഷൻ്റെ അങ്ങേ തലയിൽ നിൽക്കുന്ന ഒരാൾ ഞാൻ. അപ്പം ഞാൻ എന്താ ഈശ്വര കിട്ടൂലേ. അപ്പം എൻ്റെ നമ്പർ 11, അതും ആദ്യമായി എൻ്റെ നമ്പർ. അപ്പം എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, പക്ഷെ അവളെ നമ്പർ ലാസ്റ്റിക്കായിപ്പോയി. അങ്ങനെ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് തന്നെ സൈൻ ചെയ്ത് കിട്ടിയപ്പോൾ ആദ്യം എന്നോട് കയറിക്കോളാൻ പറഞ്ഞു. അപ്പം എൻ്റെ തൊട്ട് മുന്നിലിട്ട കുട്ടി എന്ത് ചെയ്തു വെച്ചാൽ എല്ലാം കറക്റ്റായിട്ട് ലാസ്റ്റത്തെ ബാക്കിക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ വലത്തേക്ക് തിരിക്കാനും പകരം കുഞ്ഞ് ഇടത്തേക്ക് എടുത്ത് ബാക്ക് അങ്ങോട്ട് പോയി. ബാക്കിക്ക് വരാൻ പകരം ആ കുട്ടി പുറകുവശത്തേക്ക് അങ്ങോട്ട് മുന്നിക്ക് പോയി. അതുകൊണ്ട് അതിനോട് നിർത്താൻ പറഞ്ഞു, എന്നോട് കയറാൻ പറഞ്ഞു. സത്യം പറയുകയാണെങ്കിൽ ഭഗവാനെ, ഞാൻ ഗുരുവായൂരപ്പന് എൻ്റെ വരാട്ടൊക്കെ ചാത്തോണ്ടർ ഭഗതിയൊക്കെ വിളിച്ച് അങ്ങനെ ഞാൻ പോയെ. എനിക്ക് എച്ച് കിട്ടില്ലെന്ന് തന്നെ എൻ്റെ പൂർണ്ണ വിശ്വാസം. അടുത്തതിന് പോവാം, റോഡ് കിട്ടും. എന്നിട്ട് ഞാൻ എച്ച് കിട്ടിയിട്ട് ഞാൻ കാക്കനെ വിളിച്ചു. എനിക്കൊന്ന് റോട്ടിൽ കൂടെ പോകണം, എച്ച് കിട്ടി എന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടറില്ല. ഞാൻ എച്ച് കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ എച്ച് കിട്ടി. അപ്പം എനിക്ക് റോഡിന് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അതിൽ ഞാൻ വിളിച്ചതും കാക്ക പറഞ്ഞു ക്ലാസ് കഴിഞ്ഞു, കുഴപ്പമില്ല ഞാൻ വരാമെന്ന് പറഞ്ഞു. കാക്ക വന്നു ഒരു 5 മിനിറ്റിനുള്ളിൽ പോയി. കേരള റോഡിൽ പോയി മുതിരി വരെ പോയി. നല്ല സുഖമായി പോയി. മുതിരിൽ നിന്ന് ഞാൻ തന്നെ ഒറ്റയ്ക്ക് തിരിച്ച് ചന്തക്കുന്ന് വരെ വന്നു. ഒരു കുഴപ്പമില്ല. ഞാൻ മാരുതിയായിട്ടാണല്ലോ പോയത്. പക്ഷെ ഇതിൻ്റെ സമയത്ത് അങ്ങനെ എനിക്കൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു. ചന്തക്കുന്ന് നിന്നാൽ മതി. എൻ്റെ കൂടെ ഒരു ചന്തക്കുന്ന് തന്നെ നിന്നു. അവൾക്ക് ഞങ്ങൾ സ്ഥിരം ഓടിച്ചിരുന്ന ആ വണ്ടി തന്നെയാണ് ഏകദേശം കിട്ടി. അവൾക്ക് കിട്ടുകയും ചെയ്തു. പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞു പൂളപ്പറമ്പിൽ പമ്പിൻ്റെ അവിടെ നിന്നാൽ മതി. അപ്പോൾ വീടിൻ്റെ അടുത്തല്ലേ, ഞാൻ ഇവിടെ വന്ന് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി ചെല്ലാന്ന് വിചാരിച്ച് പോയി. അപ്പം എന്നോട് ബൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. കാറിൻ്റെ പിന്നിലെ ഞാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആ മാരുതിയുടെ ആ സെൻ വണ്ടി ഉണ്ടല്ലോ, അതാണ്. ഞാൻ ഇതുവരെ അത് ഓടിച്ചിട്ടില്ല. അതിനുള്ളിൽ കയറി സീറ്റ് ബെൽറ്റ് ഇട്ടു, എല്ലാം ചെയ്തു. പക്ഷേ ഇൻഡിക്കേറ്റർ ഇടാൻ മറന്നു. പിന്നെ സ്വന്തമല്ല, ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞു. സെക്കൻഡിക്ക് പോണതിന് പകരം അതെനിക്ക് തോന്നുന്നു 4ക്കാണ് പോയെന്ന്. അപ്പോൾ സാറിനോട് എടുത്ത് വെച്ച് ക്ലാസ് പോയെന്നോ. ഞാൻ പറഞ്ഞു പോയി. എത്ര ക്ലാസ് പോയി? മുഴുവൻ ക്ലാസ്സും പോയി. എൻ്റെ പുറത്ത് പോയി. ഇന്നിപ്പോൾ രാവിലെയും പോയി വന്നേ ഉള്ളൂ. പക്ഷെ ടെൻഷൻ ഉണ്ട് നല്ല, അതുകൊണ്ടാന്ന് പറഞ്ഞു. സൈഡാക്കാൻ പറഞ്ഞു. ഫെയിലായി ഗൈസ്. ഇത്രയും ദിവസം റോഡ് കിട്ടുമെന്ന് വിചാരിച്ചത് ഞാൻ. റോഡ് കിട്ടിയില്ല. പക്ഷെ എന്താ തളരില്ല, ഇനിയും പോകും മുന്നോട്ട്. അടുത്ത റോഡ് കിട്ടും. അപ്പോൾ എൻ്റെ ലൈസൻസ് എൻ്റെ ആ വണ്ടി ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടീനെ വിളിച്ചിട്ട് ചേച്ചിയുടെ ലൈസൻസ് അവിടെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്, വണ്ടീൻ്റെ ഉള്ളിലുണ്ട്. ചേച്ചി കണ്ടറിയാം, നന്നായിട്ട് ഓടിക്കും, ടെൻഷനെ കൊണ്ടാണ്. അടുത്ത പ്രാവശ്യം കിട്ടും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാമല്ലേ? അതെ, ഓക്കെ. വിച്ചിട്ടാ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? അമ്മ ഏതായാലും പരീക്ഷയിൽ പൊട്ടിപ്പോന്നു. അയ്യടാ, പഠിക്കാതെ പോയിട്ട് ഫുള്ള് എഴുതാൻ പറ്റില്ല. എനിക്ക് എന്നാലും അവനൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു ടെൻഷനിലായിരുന്നു. വേഗം എഴുതണേ. 5 ക്വസ്റ്റ്യനുകളല്ലേ, എല്ലാം എഴുതിയാൽ മതി. അപ്പൊ ഞാൻ ഭയങ്കര എന്താണ്, അപ്പൊ ഞാൻ ചിലതൊക്കെ അപ്പൊ ഉണ്ടാക്കിയതാ മിസ് ഞങ്ങളെ നോട്ട്ബുക്ക് തന്നിട്ടില്ല. അപ്പൊ അതെങ്ങനെങ്കിലും ഉണ്ടാക്കി എഴുതാം. അപ്പൊ എന്റെ മൈൻഡ് തിരിച്ച് പിന്നെ ഇങ്ങനെ എഴുതി അവസാനം ബെല്ലടിച്ചു കഴിഞ്ഞു. കാരണം അത് 2 പീരീഡ് ഉണ്ട് എക്സാം, കാരണം 2 എക്സാം ഉണ്ടല്ലോ. അപ്പൊ അതിലത്തെ ഒരു 5 മിനിറ്റ് ഈ എക്സാമില് ഇതായി. എന്നിട്ടാണ് ഞാൻ മറ്റേ എക്സാം എഴുതിയപ്പോ. അപ്പൊ ഇന്ന് എന്തൊക്കെ വീഡിയോ എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഞാൻ 2-ാം തീയതി ഞങ്ങൾ നാലമ്പലം പോയിരുന്നു. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് സുഖമായി തൊഴുതു പോകുന്നു. ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വെച്ചിട്ട് എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക. ഓക്കെ. അപ്പോൾ ബാക്കി വീഡിയോസൊക്കെ കാണുക. അടുത്ത ഇതിൽ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ. എത്ര സമയം എന്ന് പറയുന്നത്? നട്ടപ്പാതിര 2 മണി കേട്ടോ. 2 മണിക്ക് കുളിച്ചിട്ട് നാലമ്പലത്തേക്ക് പോവുകയാണ്. 2:45 വണ്ടി വരുന്നതാണ്. അപ്പോൾ ഒരു 2 നല്ല ഉറക്കം. ഒരുങ്ങിയിട്ടോ പോയി വരട്ടെ. അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. ഓക്കെ. അതറിയില്ല, ചിലപ്പോൾ വിജയിച്ചില്ല.
അങ്ങനെ ഞങ്ങൾ നമ്മുടെ നാലമ്പല യാത്രയ്ക്ക് പോന്നിരിക്കുകയാണ്. ഞങ്ങൾ പൂക്കോട്ടുംപാടത്തു നിന്നാണ് വണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ കുറേ പേര് പൂക്കോട്ടുംപാടം, കുറച്ച് പേര് നമ്മുടെ റെയിൽവേയിൽ വരമ്പംപൊട്ടിയിൽ നിന്ന്, പിന്നെ പകുതി പേര് കാരാട്, അങ്ങനെ ഓരോരുത്തരോരുത്തർ പിക്ക് ചെയ്ത് അങ്ങനെ പോവുക ചെയ്തിട്ടോ. നമ്മൾ ഏകദേശം ഒരു 7 മണി ആയപ്പോഴത്തേനും നമ്മൾ അത്ര നേരത്തെ പോയിട്ടോടെ നമ്മൾ ആ സമയമായി അവിടെ എത്തിയപ്പോൾ. അത്യാവശ്യം ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. എത്തിയ സമയത്ത് 2 വണ്ടികളൊക്കെ ഇങ്ങനെ ബസ്സുകളൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. 2-ാം തീയതി തന്നെയാണ് ഞങ്ങൾ പോയത്. അത് കാരണം വലിയൊരു തിരക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. അവിടെ പ്രത്യേക പൂജകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് നമ്മുടെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവർ. അങ്ങനെ നടപ്പന്തലും എല്ലാം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ഒരു സൈഡിൽ അവിടെ കാപ്പി കൊടുക്കുന്നുണ്ട് തൊഴുത് വരുന്നവർക്ക്. അപ്പോൾ നമ്മളങ്ങനെ ഉള്ളിലെത്തിയപ്പോൾ ലൈനിൽ ഓരോരുത്തരും ഓരോ നമ്പർ ഇട്ടത് 1, 2, 3. ഞങ്ങൾ 2-ലായിരുന്നു ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരാ കൃത്യമായിട്ട് ആ 2. അപ്പോൾ നമ്മൾ 7 മണിക്ക് എത്തി. 7:30 വരെ അരമണിക്കൂറേ അവിടെ നിൽക്കേണ്ടി വന്നുള്ളത്. ഈ കാണുന്ന ലൈന് കുറച്ച് പേര് അതവിടെ അടച്ചിട്ടതുകൊണ്ടാണ് നമുക്ക് അവിടെ അങ്ങനെ നിൽക്കേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഇവർ ഈ തിരക്ക് കാരണം ഇവരെന്ത് ചെയ്തു വെച്ചാൽ ഷീട്ടൊക്കെ നമുക്ക് ക്യൂവിലേക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മീനൂട്ട് എടുത്തിട്ടായിരുന്നു. നമ്മളെപ്പോഴും മീനൂട്ട് കഴിക്കണത് നല്ലതാണെന്ന് പറയും. നമ്മളെവിടെ പോകുമ്പോഴും പ്രത്യേകിച്ച് അവിടെ തൃപ്രയാറ് പോകുമ്പോൾ നമ്മൾ മീനൂട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഷീട്ടെടുത്ത് അവിടെ തന്നെ കൊടുക്കാം. പക്ഷേ അവിടെ ക്യൂവിൽ നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് അവർ എന്ത് വഴിപാട് വേണമെങ്കിലും 3-4 പേര് അതിൽ വന്നിരുന്നു, നമുക്ക് അവിടെ നിന്ന് എടുക്കായിരുന്നു. അങ്ങനെ ഞാൻ മീനൂട്ടെടുത്തു. പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ട പിന്നെ കൊണ്ടുപോരാളെ അവിലും കാര്യങ്ങളൊക്കെ അപ്പുറത്ത് അവിടെ വേറെ ഉണ്ട്, അത് നമുക്ക് വാങ്ങാം. അങ്ങനെ നിന്ന് ഏകദേശം ഒരു 7:30 ആയപ്പോഴത്തേക്കും നട തുറന്നു. അപ്പോൾ ക്യൂ വിടാൻ തുടങ്ങിയപ്പോൾ പിന്നെ പെട്ടെന്ന് പോയിട്ടോ. ഇതിങ്ങനെ മുകളിലൂടെ കയറി ഇങ്ങനെ ഇറങ്ങി പോവലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താണെന്നറിയില്ല, കാണാൻ എന്തൊരു ഭംഗിയാണ് കാണാമെന്നറിയാം. ഉള്ളിൽ കയറി തൊഴുതപ്പോൾ അതായത് ഇപ്പുറത്ത് ഗോശാല കൃഷ്ണനെ കുറേ പേര് തൊഴുന്നുണ്ട്. ഉള്ളിൽ കയറി തൊഴുത നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഗോശാല കൃഷ്ണനെ തൊഴാൻ പോയി. അവിടെ നമുക്ക് തൃക്കൈ വെണ്ണ നമുക്ക് ഷീട്ടാക്കിയാൽ അപ്പം തന്നെ തരുമായിരുന്നു. അപ്പോൾ കുട്ടികൾക്കും നമുക്കൊക്കെ എല്ലാവർക്കും നമ്മുടെ എന്താഗ്രഹം ഭഗവാനെ സാധിപ്പിക്കുക. നമുക്ക് തൃക്കൈ വെണ്ണ ഗുരുവായൂരപ്പന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് കേട്ടോ തൃക്കൈ വെണ്ണ. അപ്പം നമ്മൾ പിന്നെ ഇവിടെ എത്തി അവല് വാങ്ങിക്കാൻ വേണ്ടി നിന്നു. എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ. പായസത്തിൻ്റെ ടീനുണ്ട്, അവിലിന്. ഞാൻ അവിൽ മാത്രമേ മേടിച്ചുള്ളൂ, പായസം പിന്നെ ഞാൻ മേടിച്ചില്ല. കാരണം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ അപ്പം ഒരു സ്പൂണ് കഴിക്കും, പിന്നെ അതിങ്ങനെ എന്താവും. അപ്പം പിന്നെ അവിൽ മാത്രം മേടിച്ചുള്ളൂ. അപ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പായസത്തിനോട് പാൽപ്പായസം, ഗുരുവായൂരത്തെ പാൽപ്പായസമാണെങ്കിൽ ഓക്കെ, മറ്റേ ശർക്കര പായസത്തിനോട് അത്ര വലിയതില്ല. അപ്പം ഭഗവാന്റെ പ്രസാദം എന്നുള്ള രീതിയിൽ നമ്മളൊരു പാക്കറ്റ് അവിൽ വാങ്ങിച്ചു. പിന്നെ നേരെ നമ്മൾ മുന്നിലേക്ക് എത്തിയ മീനൂട്ടിനാട്ടോ. അത് എന്തൊരു വലിയ മീനാണെന്നറിയോ, അതിനെ കടന്നിങ്ങനെ ചാടി കളിക്കണ കാണാൻ എന്ത് രസമാണ്. അങ്ങനെ നമ്മൾ മീനൂട്ട് നടത്തി ഞാൻ. പിന്നെ നേരെ നമ്മൾ വെടിക്കെട്ട് അവിടെ ആ ഒരു സൈഡിലത് നടക്കുന്നുണ്ട്. അയ്യപ്പൻ്റെ അവിടേക്കെത്തി ഒരു നേരെ നടയിലെത്തി നമ്മൾ നേരെ പുറത്തേക്ക് നമ്മുടെ ഹനുമാൻ സ്വാമിയെ തൊഴാൻ പോയി. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, കാരണം അവിടെ ഫോൺ അലൗഡാണ്. കാരണം നേരെ നമ്മൾ ക്യാമറ കണ്ടാൽ ഡയറക്റ്റ് സ്വാമീനെ നേരിൽ കാണാം. പിന്നെ അവിടെ നമ്മുടെ സേവാഭാരതിയുടെ നല്ല ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു. അപ്പം ഞാനത് കുടിച്ചു. എൻ്റെ കൂടെയുള്ളവരൊക്കെ അങ്ങോട്ട് വാഷ്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പോയ സമയത്തായിരുന്നു കാപ്പി കുടിച്ച്. അവർ വന്നപ്പോഴത്തേനും കാപ്പി കഴിഞ്ഞിരുന്നു കേട്ടോ. ഇത്ര പേര് വന്നു, അത്ര പേർക്ക് അവർ നല്ല ചൂടുള്ള കാപ്പിയായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അത് കഴിച്ചപ്പോൾ ഇങ്ങനെ ഇട്ടിട്ടെടുത്തോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്ലാസ് വെള്ളം കൂടി മേടിച്ച് കുടിച്ചു. അപ്പോൾ അതേ കണ്ടോ, ഈ പ്രായത്തിൽ ഇവർ എത്ര രാവിലെ വന്ന് നിന്നിട്ട് അവർ ഈ ഒരു ഇത് കൊടുക്കണതല്ലേ. അപ്പോൾ ഏത് ആൾക്കാരാണെങ്കിലും ഇങ്ങനത്തെ ഒരു നല്ല കാര്യമാണ്. കാരണം നമ്മൾ ഹോട്ടലിൽ പോയാൽ നമുക്ക് കിട്ടുമെങ്കിലും നമുക്ക് അവിടെ വരുന്ന ഭക്തർക്ക് ഒരു ഗ്ലാസ് കാപ്പി, അത് രാവിലെ ആ മഴയത്ത് തണുപ്പത്ത് നല്ലൊരു കാര്യമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ പഞ്ചലോഹത്തിൻ്റെ മോതിരം, ഞാൻ എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ പഞ്ചലോഹം ഞങ്ങൾ നാളെ മൂകാംബിയൊക്കെ പോയപ്പോഴൊക്കെ വാങ്ങണം വിചാരിച്ചു. അപ്പോൾ എനിക്ക് അന്ന് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ കണ്ടപ്പോൾ ഒരെണ്ണം ഞാൻ മേടിച്ചു കേട്ടോ. അവർ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് എങ്ങനെ എന്താ ഇത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല. നാളെ ചോദിച്ചു, ആളിങ്ങനെ ചെയ്തിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ ഇട്ട് തന്നു. അപ്പം ഞാൻ ആദ്യം എന്താ വെച്ചാൽ ആമയുടെ തലഭാഗം ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ടിട്ടു. അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെയല്ല, നമ്മുടെ അടിവശത്തേക്ക് തല വരുന്ന രീതിയിൽ ഇടണം എന്ന് പറഞ്ഞു.
അങ്ങനെ ഇട്ടു. ഞാൻ അവിടെ അവർ വരുന്നവരെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. ഇങ്ങനെ ഇട്ടത് കേട്ടോ. അതാണ് ആമമോതിരം. നമ്മൾ ആമമോതിരം എണ്ണം നല്ലതാണെന്ന് പറയാം. നമ്മുടെ നെഗറ്റീവ് എനർജികളൊക്കെ പോയി കിട്ടുമെന്നാണ് പറയാം. അപ്പോൾ കുറേ ഇപ്പോഴിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടുത്ത ഹോട്ടലിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് അപ്പുറത്തിരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് കുറച്ച് പേരൊക്കെ വട കഴിച്ചു, ചായ മാത്രം കുടിച്ചു, കുറച്ച് പേര് പൂരി കഴിച്ചു. ഞാനൊരു നെയ് റോസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ് റോസ്റ്റും ചായയും. നമുക്ക് എവിടെ അങ്ങനെ കുറേ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നടടക്കി അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അതിന് ഒരു ഇതല്ലേ. അത് വിചാരിച്ച് നമ്മൾ വേഗം പോന്നിട്ടുണ്ടായിരുന്നു. ലളിത ചേച്ചി ഇങ്ങനെ ഭൂരി വരുന്ന വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഗീത ചേച്ചി ഇതേ അവിടെ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാവർക്കും വന്നു കേട്ടോ. ഞാൻ നെയ് റോസ്റ്റാണ് പറഞ്ഞത്. എനിക്ക് നെയ് റോസ്റ്റ് വേണം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല മുരിമുരിഞ്ഞ ഉഴുന്ന് വടയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റ് മതിയല്ലോ ഇതൊക്കെ ഫിനിഷ് ചെയ്യാം. അപ്പോൾ അത് സംഭവം കഴിഞ്ഞു ഇറങ്ങി. 2 സൈഡിൽ നിറച്ച് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിങ്ങനെ പോകുമ്പോഴൊന്നും ഞാൻ അങ്ങനെ അധികമൊന്നും വാങ്ങിക്കാറില്ല. കാരണം അവൾക്ക് വേണ്ടത്, മോൾക്ക് വേണ്ടതൊക്കെ മോളെന്നെ അത്യാവശ്യം നമ്മുടെ നിലമ്പൂരിൽ നിന്നും ഡോട്ട്സിലാണ് അധികം പോകാറ്. അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. പിന്നെ അവളധികം ഓൺലൈനിൽ കാണുമ്പോഴൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ റെയറായിട്ട് കാണാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കാണുമ്പോൾ വാങ്ങിക്കുന്നല്ലാതെ ഒന്നാമത് അവിടെയൊക്കെ നല്ല റേറ്റ് ആയിരിക്കും. നമ്മളിവിടെ കിട്ടുന്നതിനെക്കാട്ടിലും അധികം റേറ്റ് ആവും. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയിട്ട് ഇപ്പോൾ വരാമെന്ന് ശ്രീരാമസ്വാമിയോട് പറഞ്ഞിട്ടാണ് പോകേണ്ടത്. ശരിക്കും നമ്മുടെ ഈ നാലമ്പല യാത്ര തൊഴുകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രീരാമനെ വന്ന് തൊഴുതിട്ട് പിന്നെ നമ്മൾ മറ്റ് 3 സ്ഥലത്തും പോയി തിരിച്ച് വീണ്ടും നമ്മളിവിടെ തന്നെ വരണം എന്നാണ് പറയുക. അപ്പോഴും നമ്മുടെ പൂർണ്ണമാവുള്ളൂ. ഞങ്ങളങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. തൊഴുത് നമ്മൾ കയറിയിരുന്നു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് നമ്മുടെ ശോഭ ടീച്ചറായിരുന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ നമ്മുടെ കാരാട് അവിടെ ആധ്യാത്മിക ബാല സഭയൊക്കെ ഉണ്ട്. അതിന് ക്ലാസ്സൊക്കെ എടുക്കാറുണ്ട്. ടീച്ചർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പല പല കാര്യങ്ങളും സംസാരിച്ചിങ്ങനെ പോവായിരുന്നു. ബാക്കി ഇതാ എല്ലാവരും ഉണ്ട്. ഗീതച്ചിട്ടുണ്ട്. എല്ലാവരും കയറി ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞ് കയറി. ഇനി നേരെ ഞങ്ങൾ പോയത് പിന്നെ കൂടൽമാണിക്യ ക്ഷേത്രത്തിലാട്ടോ. കൂടൽമാണിക്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ കുളം എൻ്റെ ഭഗവാനെ എത്രയാ ഏക്കറിലെന്ന് എനിക്കറിയില്ല. അത്രയും രസമായിരുന്നു ആ കുളം കാണുക. നേരെ നമ്മളെ ബസ് എടുത്തിട്ടുണ്ട്. ബസ്സല്ല കേട്ടോ, സോറി, ട്രാവലറിലാട്ടോ നമ്മൾ പോയത്. പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബസ് വന്നത്. മഴ എവിടെയും ചതിച്ചിട്ടുണ്ടായിരുന്നില്ല. മഴ ഇങ്ങനെ ചിഹ്നം ചാറിയെന്നല്ലാതെ കുട നിവർത്തി പോകേണ്ട ഒരാവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഗീത ചേച്ചിയുടെ പരിപാടി തുടങ്ങാൻ പോകും. പൈസ കളക്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ റെഡിയായി നിൽക്കുക കേട്ടോ, ആൾ സെറ്റായിട്ട്. അതാണ് പേഴ്സും പിടിച്ച് നിൽക്കണത്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ കൂടൽമാണിക്യം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഭരതൻ അമ്പലം ഇവിടുത്തെ പ്രത്യേക വഴിപാട് വഴുതനങ്ങ കേട്ടോ. നമ്മൾ എല്ലാ അമ്പലത്തിലും നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നത് അവില്, ശർക്കര, അപ്പം, പായസം. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പ്രധാന വഴിപാടാണ് വഴുതനങ്ങ. നമ്മൾ വഴുതനങ്ങ സാധാരണ ഉപ്പേരി വെക്കുന്ന പോലെ തന്നെ അങ്ങനെ ആ ഒരു ഇതിൽ കഷ്ണം നുറുക്കിയിട്ട് അതിൽ നെയ്യിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടോ. അത് നമുക്ക് ഉദരരോഗങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പാത്രം വാങ്ങി ബിച്ചുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവന് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വയറുവേദന ഉണ്ടല്ലോ, അപ്പം അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അതിനുള്ളിലേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ലല്ലോ. അപ്പം ഞാൻ ഏകദേശം ഇവിടെ വരെയൊക്കെ എടുത്തിട്ടുള്ളൂ. പിന്നെ പുറത്ത് സാധാരണ ഇവരിവിടെ എത്തുമ്പോൾ നല്ല അലങ്കാരമായിട്ടാണ് മാലയ്ക്ക് ചാർത്തി അങ്ങനെയാണ് കാണാറുള്ളത്. ഞാനിപ്പോൾ അടുത്തൊന്നും നാലമ്പലം പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മുന്നേ പോയപ്പോൾ സമയത്ത് എങ്ങനെയായിരുന്നു എനിക്കൊരു ഓർമ്മ കിട്ടില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ നാലമ്പലം പോയത് 2008-2009 ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. 9 പോയിട്ടുണ്ടാവില്ല. 9 ആയപ്പോഴത്തേന് ഞാൻ മോളെ പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയിട്ടില്ല. ഈ കുളം ഇതാണല്ലേ ഇവിടുത്തെ ഏറ്റവും നല്ല ഹൈലൈറ്റ്. അപ്പോൾ ഇവിടെ മീനൂട്ടുണ്ട്. പക്ഷെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മുടെ പായമൽ ചെയ്യുന്ന പോലെയോ നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. അവരാണ് ചെയ്യുക. നമ്മൾ ഷീട്ടാക്കണോ അവർ എടുക്കണോ കൊടുക്കണോ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ഈ കുളം പ്രദക്ഷിണമായിട്ട്
മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഈ വഴുതനങ്ങയുടെ പ്രസാദം കിട്ടുക. അത് നമ്മൾ ഷീട്ടാക്കി കഴിഞ്ഞാൽ അവിടുന്ന് തരും. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷേ ഒരു കപ്പിളുണ്ടായിരുന്നു, അവരുടെ അടുത്ത് പറയട്ടെ ഫോട്ടോസ് എടുത്തിട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് അത് നോക്കിയപ്പോഴാണ് അതിൻ്റെ അബദ്ധം മനസ്സിലായി. എൻ്റെ മുഖം വേറെ എക്സ്പ്രഷൻ വേറെ എക്സ്പ്രഷനായിരുന്നു. പക്ഷേ എനിക്കൊരുപാട് ഇഷ്ടമായി. നല്ല കാണാൻ എന്ത് ഭംഗിയല്ലേ, നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഫീൽ തന്നെ ഇങ്ങനെ ഈ കുളം കാണുമ്പോൾ. അപ്പോൾ നമ്മളിങ്ങനെ കുളം പ്രദക്ഷിണ വെച്ച് ഇവിടെ എത്തി. പിന്നെ എല്ലാവരും പായസവും അങ്ങനെ ഓരോന്ന് വാങ്ങിയത്. ഞാൻ മാത്രമേ വഴുതന വാങ്ങിയുള്ളൂ, കാരണം വീട്ടിലെത്തുമ്പോൾ ചീത്തയാവുമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ചീത്തയായാലും നമ്മൾ കുറേ ഒന്നും ചെയ്യുന്നില്ലല്ലോ, നമുക്ക് ആവശ്യത്തിന് കഴിക്കാൻ മാത്രം ഒരു സ്പൂൺ എടുക്കാമെന്ന് വിചാരിച്ച് 10 മണിയാകുമ്പോൾ എത്തുമെന്ന് വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ 10 മണിക്കൊന്നും എത്തിയില്ല. എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. പായസം വഴുതിന്റെ പേരും അങ്ങോട്ട് വീട്ടിലുള്ളവർക്ക് കൊടുക്കും. വയറിന്റെ അസുഖങ്ങൾക്ക് ചെയ്യാനുള്ളതാണ് ഇത്. പായസം പോലെയല്ല, വഴുതിന്റെ പേരുമാണ് ഈ അങ്ങനെ നമ്മൾ പുറത്തേക്ക് കടന്നു കേട്ടോ. ഇനി ഇവിടെ ഒരു ഗണപതിയും കൂടി ഉണ്ട്. അത് പക്ഷേ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണമായിരുന്നു ഗണപതിൻ്റെ അടുത്തേക്ക് പോവാൻ. അപ്പോൾ നമ്മൾ ഇതുവരെ പോയിട്ട് എവിടെ നിന്നും നമുക്കൊരു ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം കിട്ടില്ല. അപ്പോൾ ഗീത ചേച്ചി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി നിന്ന് ഫോട്ടോ എടുക്കല്ലേ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയപ്പോഴും പകുതി പേര് റോട്ടിലേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞാനൊരാളുടെ അടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഫോൺ കൊടുത്തത്. നമ്മളെല്ലാവരും ഇപ്പിടുക്കെന്ന് വിചാരിച്ച് ഞങ്ങൾ പോസ് ചെയ്ത് നിൽക്കട്ടെ, എല്ലാവരും കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. പക്ഷെ പുള്ളിക്ക് അത് ക്യാമറ ഓണല്ലായിരുന്നു, ആള് വീഡിയോ ആണ് എടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ശരിയാക്കി കൊടുത്തിട്ട് അങ്ങനെ ഇട്ടു. ഇതാണ് ആ ഗണപതി ക്ഷേത്രം കേട്ടോ. അപ്പോൾ അവിടെ നല്ല തിരക്ക്. ഞാൻ മേൽക്കൂരയൊന്നുമില്ല, നമ്മളിങ്ങനെ എന്താ പറയുക, ആ ഒരു ഇത് മാത്രം, ഒരു ചുറ്റ് ആയിട്ടുള്ള നമ്മുടെ ഇതിൽ മാത്രമായിട്ട് ഗണപതി ഇങ്ങനെ ഇരിക്കുക. പക്ഷെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ നാളികേരം തിരുമേൻ്റെ അടുത്ത് കൊടുത്ത ആളത് അവിടുന്ന് ഇതാക്കിയിട്ട് നമുക്ക് തന്നെ തിരിച്ചത് നമ്മളത് പുറത്ത് കൊണ്ടുപോയിട്ടാണ് അവർ നാളികേരം ഉടച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്നൊക്കെ പോകുന്ന തിരുമൂഴിക്കുളത്തെത്തി. ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്ന് ഒരു കഞ്ഞി കുടിച്ചു. ഈശ്വര, എന്തൊരു ടേസ്റ്റാണെന്നറിയാം. അടുത്തൊന്നും ഞാൻ അങ്ങനത്തെ ഒരു കഞ്ഞി കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇവിടെ വരുന്ന വഴിക്കൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിലത്തെ തിരക്കാവുന്നു, പക്ഷെ അത്ര തിരക്കുണ്ടായില്ല. ഇവിടെ ഇങ്ങനെ കൊട്ടയൊക്കെ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. കാക്കൊട ഇങ്ങനത്തെ കൊടയൊന്നും ഇപ്പോൾ എവിടെയും കണ്ടിട്ടില്ല, പക്ഷെ അവരിവിടെ ഇരുന്ന് ഇങ്ങനെ നെയ്യുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വേറെ ക്യൂ നിൽക്കാൻ സൗകര്യമുണ്ട്. അവിടെ പോയി നമ്മൾ ക്യൂ നിന്നു. ഇങ്ങനെ കമ്പി കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളങ്ങനെ പോയി അവിടെ നിൽക്കണം കേട്ടോ. നമ്മുടെ എന്തായാലും നമ്മുടെ അവിടെ വേറുള്ള അധികം ആൾക്കാരും അടുത്ത് നിങ്ങളുടെ വരിക. പക്ഷെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, ആപത്ത് നമ്മളവിടെ എത്തി. കഴിഞ്ഞിട്ടാണ് നട തുറന്നത്. അതുവരെ നമ്മൾ ആ ഒരു അരമണിക്കൂർ ഇല്ല, ഒരു 10-20 മിനിറ്റ് നമുക്ക് അവിടെ നിൽക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ ലക്ഷ്മണസ്വാമിയുടെ ക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ കൂടൽമാണിക്യം ഭരതനും പായമ്മൽ മൂഴിക്കുളം ലക്ഷ്മണസ്വാമി
പായമൽ ശത്രുഘ്ന സ്വാമി കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയതാണ്, സോറി. അപ്പോൾ ഇവിടുന്ന് അപ്പം വഴിപാട് ഉണ്ടായിരുന്നു, പിന്നെ ഒറ്റയായിരുന്നു കേട്ടോ കാര്യമായിട്ട്. സ്വാഗതം സുസ്വാഗതം. ത്രേതായുഗത്തിൽ പൂർണ്ണനദിക്കരയിൽ ആദിശേഷ രൂപത്തിലുള്ള അനന്താവതാരമായ ശ്രീ ലക്ഷ്മണസ്വാമി വിഷ്ണു ദർശനത്തിനായി തപസ്സനുഷ്ഠിച്ച് വിഷ്ണു ഭഗവാൻ തിരുമൊഴിയേറിയ പുണ്യഭൂമിയാണ് തിരുമൂഴിക്കുളമെന്നും 4 വിഗ്രഹങ്ങളിലൊന്നാണ് ശ്രീ ലക്ഷ്മണ പെരുമാളുടെ വിഗ്രഹമെന്നും ലോകത്തിൽ വിഷ്ണു ഭഗവാന്റെ പാദസ്പർശമേറ്റ 108 ദിവ്യക്ഷേത്രങ്ങളിലൊന്നാണ് ശ്രീ ലക്ഷ്മണ പെരുമാൾ. അങ്ങനെ നമ്മൾ തൊഴുകലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് നമുക്ക് കഞ്ഞിക്ക് പോകാൻ, അതിലെ പോകാൻ പറ്റില്ല, ഇപ്പുറത്ത് കൂടെ പോകണമെന്ന് പറഞ്ഞു. നമ്മൾ വേഗം ഓടി ചെന്നതുകൊണ്ട് കേട്ടോ, ഞങ്ങളെ കഞ്ഞി കൂടി കഴിഞ്ഞപ്പോഴത്തേന് ഏകദേശം നല്ല ക്യൂ ആയിട്ടുണ്ട്. അപ്പോഴത്തേനും കുറേ ബസ്സുകളൊക്കെ വന്നു തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും അത്ര തിരക്ക്. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി കഞ്ഞി കുടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കാൻ വേണ്ടി നടക്കുകയാണ്. കുറച്ച് പേര് അങ്ങനെ ഉള്ളിൽ കൂടെ കടന്നു. ഞാൻ പിന്നെ അവരെ ലൈൻ നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമ്മൾ ക്രോസ് ചെയ്ത് പോരണം. അപ്പോൾ ഇപ്പുറത്ത് കൂടെ പുറത്ത് കൂടെ അങ്ങോട്ട് പോന്നു. എല്ലാ അമ്പലത്തിലും ഉച്ചഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ഇവിടുന്ന് കഴിക്കാൻ നിന്നതുകൊണ്ടാണ് നമുക്ക് അപ്പുറത്ത് ലേറ്റ്. പക്ഷെ ഇവിടുന്ന് കഴിക്കാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ അവിടത്തേയും കഴിഞ്ഞാലോ വെച്ചിട്ട് പിന്നെ ഒന്നും നോക്കില്ല, സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് കഴിച്ചത്. അപ്പോൾ കഞ്ഞിയായിരുന്നു, കഞ്ഞിയും ഒരു മമ്പയറൊക്കെ ഇട്ടിട്ട് ഓലം പോലെ ഒരു നാളിക്ക് അത് മത്തനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു ഇത് കറി, പിന്നെ ഒരു നാരങ്ങയുടെ അച്ചാറും. അത് മതി കഞ്ഞി കുടിക്കാൻ. ഞാൻ ആ പ്ലേറ്റ് ഫുള്ള് കഞ്ഞി കുടിച്ചു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. കഞ്ഞി കുടിച്ചോട്ടോ, വയറച്ച്. ഇനി അടുത്തേക്ക് പോകണം. അങ്ങനെ നമ്മൾ കഞ്ഞി വാങ്ങി കുടിക്കാൻ വേണ്ടി പോകട്ടോ. നല്ല രസമുണ്ടായിരുന്നു കഞ്ഞി. അപ്പോൾ നല്ല ചൂടും ഉണ്ട് കേട്ടോ. അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനത്തെ ഒരു നല്ലൊരു കഞ്ഞി കുടിച്ചിട്ടില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുമെങ്കിലും നമുക്ക് എന്താ എനിക്കറിയില്ല, അത്രയും നല്ലൊരു ടേസ്റ്റായിരുന്നു. കഞ്ഞിക്ക് വയറ് നിറച്ച് കഞ്ഞി കുടിച്ചിട്ട് അതേ പ്ലേറ്റ് കാലിയാക്കിയിട്ടുണ്ട് ഞാൻ, എന്നെക്കൊണ്ട് പറ്റുന്നത്. അങ്ങനെ കഞ്ഞി കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി നമ്മൾ പോണ പായമ്മൽ ക്ഷേത്രത്തേക്കാണ്. ഇവിടുന്ന് കുറേ പേര് എന്തൊക്കെയോ ചട്ടിയോ കലോ പിന്നെ മുറം അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനതൊന്നും വാങ്ങിയില്ല. എനിക്ക് ആ തൂങ്ങിക്കിടക്കുന്ന ഈ ഒരു ഇത് നമ്മൾ ഫെങ്ഷു പ്രകാരമുള്ള അങ്ങനെ ആ മാലയുണ്ടല്ലോ, അത് സിറ്റൗട്ടിൽ തൂക്കുന്നത്, അത് നല്ല കാണാൻ ഇപ്പം നല്ല ഭംഗി തോന്നി. റേറ്റ് ചോദിച്ചപ്പോൾ 350 പറഞ്ഞത്. അപ്പോൾ പിന്നെ വാങ്ങിയില്ല. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റി കൊണ്ടുവരണ്ടേ, ഇവിടെ ഏകദേശം ആ റേറ്റൊക്കെ ആവുമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ വാങ്ങാതെ പോന്നു. ഇവിടെ കൂടുതലാണോ കുറവാണോ ഒന്നും അറിയില്ല. പിന്നെ ഈ മുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമുള്ള വാങ്ങണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മുറത്തിൻ്റെ ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ പോയിരുന്ന അവരവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അത് വാങ്ങാനും പറ്റിയില്ല. അങ്ങനെ കുറേയൊക്കെ ഞാൻ നോക്കി. അവിടെ നമ്മുടെ പണ്ടത്തെ മറക്കുട ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ അവരവിടെ ഇരുന്ന് നെയ്യായിരുന്നു. അപ്പോൾ ആ ചേച്ചി നമ്മളടുത്ത് പറഞ്ഞു, അവരുടെ അടുത്ത് പേയ്മെൻ്റ് എടുത്ത് നമ്മളങ്ങനെ എടുത്തു. അങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു ലോട്ടറി ചേച്ചി ഇരിക്കുന്നുണ്ട്. എന്ത് ഭംഗിയല്ലേ കാണാൻ. അതിങ്ങനെ ഞൊറിഞ്ഞ് പിന്നെ അവിടെ ആളില്ലാത്ത കാരണം നമുക്കത് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ തൊട്ടപ്പുറത്തുനിന്ന് കുറേ പേര് പ്ലാസ്റ്റിക്കിൻ്റെ മുറം, പിന്നെ ചെടിച്ചട്ടി വലിയ ചട്ടിക്കൊക്കെ
20 രൂപ 15 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഏറ്റി വാങ്ങി പോരാണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ വാങ്ങിയില്ല. 3-4 പേരൊക്കെ വാങ്ങിയിട്ടോ ചട്ടി. നല്ല കറുത്ത കളറുള്ള കലങ്ങളുണ്ടായിരുന്നു കേട്ടോ. നല്ല ഇതിലിതാ ഈ തൂക്കിയിട്ടത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് 350 രൂപ പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങാനൊന്നും നിന്നില്ല. നേരെ നമ്മൾ ബസ്സിലേക്ക് പോരാൻ വേണ്ടി അങ്ങനെ നമ്മളിപ്പോൾ പായമ്മൽ ക്ഷേത്രത്തിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. ഇത് നാട്ടുകാരുടെ കൈകളിലാണ് ഈ ക്ഷേത്രം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ഇതിലും നമുക്ക് ആ ഭംഗി കാണാൻ പറ്റും. ഈ കൊടിമരം ഏകദേശം ഇപ്പോൾ സ്വർണം പൂശിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മളവിടെ എത്തിയപ്പോൾ 2:45 സമയം. അതുകൊണ്ട് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. 4:30 തുറക്കുള്ളൂ നടാന്ന് പറഞ്ഞു. വാതിലും ആ എല്ലാം സ്വർണം പൂശിയിട്ടുണ്ട് കേട്ടോ. നല്ല അവിടുത്തെ പ്രധാനമായിട്ട് അവരൊരു തട്ടിൽ സുദർശന ചക്രം വെച്ചിട്ട് നമുക്ക് മനസ്സിൽ വിചാരിച്ച് നമുക്ക് അവിടെ ചേർത്താം. അതിന് വെറും 10 രൂപയുള്ളൂ. പിന്നെ നാണയപ്പറ അങ്ങനെ എല്ലാം വഴിപാടുകളാണ് അവിടെ ഉള്ളത്. ഇവരൊക്കെ രാവിലെ വന്നതാന്ന് പറഞ്ഞു. 4 മണിക്കൊക്കെ ചുറ്റുമുള്ള ചേച്ചിമാരൊക്കെയാണ്. അവരുടെ ഒരു സഹകരണത്തോടു കൂടിയിട്ടാണ് അമ്പലം പോണത്. അപ്പം ഞങ്ങളിങ്ങനെ 2:45 മുതൽ 4 വരെ ക്യൂവിലിങ്ങനെ ഓരോന്ന് വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ നിന്നു കേട്ടോ. അത്രയും നേരം അങ്ങനെ അവരുമായിട്ടും കുറേ സംസാരിച്ചു. അവരിതിനെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ ഇപ്പോഴുള്ള കാര്യങ്ങളും മുന്നത്തെ കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ ഈ ചേച്ചി ഇങ്ങനെ പറഞ്ഞു. സുദർശന ചക്രം നല്ലതാണ്. ശുദ്ധമാണ്. പായമ്മൽ ക്ഷേത്രത്തിലാണ്. 4:30 നട തുറക്കുള്ളൂ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് വാങ്ങി കൈപ്പിടിച്ചിട്ടുണ്ട്. തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഓക്കെ. 2:30 നിൽക്കൽ തുടങ്ങി. 2:45 നിൽക്കുന്നുണ്ട്. ഇവിടുന്ന് ആ ചെരിവുള്ള കാര്യം കടന്നു വരില്ലേ എങ്ങനെ തിരിച്ചു വരും. ഇപ്പം എല്ലാവരും ജനങ്ങൾ എല്ലാവരും പോയി അങ്ങനെ കൃത്യം 4:30 തന്നെ നട തുറന്നു കേട്ടോ. അത് ഉള്ളിലേക്ക് ആളെ കയറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറി. എന്തൊരു ഭംഗിയറിയോ കാണാൻ, ഭഗവാനെ കാണാനും അതിൻ്റെ ഉള്ളിൽ കാണാൻ. ഒരു കുഞ്ഞ് അമ്പലം, പക്ഷേ അതിൻ്റെ ഉള്ളിൽ ശത്രുഘ്ന സ്വാമി ഇങ്ങനെ നല്ല ഒരു പാലക്കമാലയെ തോന്നുന്നു, ഒരു മാലയ്ക്ക് ഇട്ടിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു. നേരെ മീനോട്ട് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പോയത്. കുഞ്ഞിക്കുളം കേട്ടോ, നല്ല ഒരുപാട് മീനുകളൊക്കെ. ഞാനൊരു മീനോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പായമ്മൽ ക്ഷേത്രത്തിലെ ദേശവാസികളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇങ്ങോട്ട് പറഞ്ഞു പോരില്ലേ
കരിമീൻ്റെ അതാ ഇറങ്ങിട്ടോ. വെള്ളത്തിൽ വഴുക്കലുണ്ടോ ഒന്നും അറിയില്ല. എന്തായാലും വീണ നീന്താൻ അറിയുള്ളൂ ധൈര്യത്തിൽ കാല് കഴുകാൻ ഇറങ്ങി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വഴിപാടായിരുന്നു നമുക്ക് പറന്നറക്കൽ കേട്ടോ. നാണയപ്പറ, മലര്, അവിൽ, നെല്ല് എല്ലാം ഉണ്ട്. ഓരോന്നിനും ഓരോ ഇതും അവിടെ എഴുതാക്കിയിട്ടുണ്ട്. നാണയപ്പറയ്ക്ക് 300 രൂപ തോന്നുന്നു. അപ്പം ഞാനൊരു നാണയപ്പറ നിറച്ചു. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, വെറും ചില്ലറയല്ലേ അല്ലേ. പൊക്കിയപ്പോൾ ഞാൻ കൃഷ്ണ എന്ന് വിളിച്ചു. അപ്പം എന്നോട് പറയാം ഭഗവാനെ വിളിച്ചുകൊണ്ടായിരിക്കും ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇടാൻ പറ്റിയതെന്ന്. അപ്പം എനിക്കതൊന്നൊരു കോയിൻ എടുത്ത് എനിക്ക് തന്നു. ഞാനത് എൻ്റെ പേഴ്സിൽ സേഫായി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ പോരുകയാണ് ചെയ്തത്. നല്ല എനിക്കെന്തോ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ 4 അമ്പലം തൊഴുതു കഴിഞ്ഞു കേട്ടോ. അവർ ചായ കുടിക്കാൻ നിന്നോ ഗീത ചേച്ചി? അപ്പം ഞാൻ നോക്കിയപ്പോൾ അവരൊക്കെ ചായ കുടിക്കാൻ പറ്റും. ഞാനും പോയി ഒരു ചായ ഒരു ഉഴുന്ന് വടയും കഴിച്ചു. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഈ 3 പേരെയും കണ്ടിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ശ്രീരാമസ്വാമിയെ തന്നെ തൊഴുകാൻ വേണ്ടി അങ്ങോട്ട് തന്നെ പോവാണ്. അപ്പോൾ അങ്ങനെയാണ് പറയുക. നമ്മൾ ഇവർ ആദ്യം അവിടെ തൊഴുത് പിന്നെ 3 അനിയന്മാരെയും തൊഴുതിട്ട് തിരിച്ചവിടെ തന്നെ ചെല്ലണം എന്നാണ് പറയുക. അപ്പം എല്ലാവരും പോവാറൊന്നുമില്ല, കാരണം സൗകര്യമൊക്കെ നോക്കിയിട്ട്. പക്ഷേ ഇവർ പോവാറുണ്ട് അത്രേ. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല, സുഖമായിട്ട് തൊഴാൻ പറ്റി. രാവിലത്തെ അത്ര തിരക്കേ ഇല്ല കേട്ടോ വൈകുന്നേരം ചെന്നപ്പോൾ. അങ്ങനെ ഞങ്ങൾ തിരിച്ചെത്തി. രാവിലെ നല്ല അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്തെത്തിയപ്പോൾ എല്ലാം കഴിഞ്ഞു കേട്ടോ. ദീപാരാധന നേരാവാനായിട്ടുണ്ടായിരുന്നു. തിരക്കേ ഉണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് ഓടിപ്പോയി തൊഴാൻ പറ്റിയിട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇത് എത്രയായിരുന്നേ? 300. പിന്നെ അതോ അതാണെങ്കിലോ ഇത് അത് 200. ഇതിലേതൊന്നല്ല അതാ ഇതാ. അതിലത്ര ഇല്ല. അതിനൊരു കാണാനൊരിതുണ്ട്.
അതാ അതിലുണ്ട് വ്യാസമഹർഷിയിലുണ്ട് അവിടെ ഇത് ചെറുത് അത് ആ തലക്കിത്ത എത്ര ഇരുന്നൂറന്നെ അപ്പം എൻ്റെ അടുത്ത് ഈ പട്ടാഭിഷേകത്തിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതൊരെണ്ണം വാങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്. അങ്ങനെ ഞാൻ ആ ഫോട്ടോ വാങ്ങി പോന്നു. പിന്നെ അവിടെ ആഞ്ജനേയ സ്വാമി തൊഴുതിട്ടുണ്ടായിരുന്നില്ല, അതിന് തൊഴാൻ വേണ്ടി പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ഗുഡ് നൈറ്റ്.